من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. اتقوا الله عباد الله. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മണ്ഡലങ്ങളെല്ലാം ദൃശ്യവും അദൃശ്യവും അറിയുന്ന സർവശക്തനായ സർവജ്ഞനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് പടച്ച റബ്ബിൻ്റെ തൃപ്തിയും ഇഷ്ടവും ലഭിക്കാൻ വേണ്ട പ്രയത്നങ്ങളിൽ മുഴുകി തഖ്വയോടുകൂടി കഴിയണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. വളരെ ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച ലോകത്തിൻ്റെ ഗുരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തത്തേക്കാൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമാണ് നമ്മളൊക്കെ യഥാർത്ഥ വിശ്വാസികളാകുകയുള്ളൂ. ഓരോ വിശ്വാസിയുടെയും നിർബന്ധ ബാധ്യതയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുക എന്ന വിഷയമാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. ഇങ്ങനെ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളും മഹത്വങ്ങളുമൊക്കെ നമ്മൾ പറയുകയും ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ വേണ്ടി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിനിടയിൽ ചില ആളുകൾ നമ്മളെ സംബന്ധിച്ച് പറയുന്ന ചില ആക്ഷേപങ്ങളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സാധാരണ മനുഷ്യനാക്കി, മുഹമ്മദ് നബിയെ നമ്മൾ എന്ത് ചെയ്തു, അപമാനിച്ചു എന്ന നിലക്കുള്ള പരാമർശങ്ങളൊക്കെ പലപ്പോഴും അറിവില്ലാത്ത ആളുകളെ പറഞ്ഞ് പറ്റിക്കുവാൻ ചിലരൊക്കെ പ്രയോഗിക്കുന്നത് കാണാൻ പറ്റും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ് എന്ന പരാമർശം നമ്മൾ ആരെങ്കിലും നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ അത് മനുഷ്യ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. അഥവാ നമ്മളെപ്പോലെ തിന്നുകയും കുടിക്കുകയും ഉറങ്ങുകയും ക്ഷീണിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന എല്ലാ അവസ്ഥകളും ആർക്കുണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷിക്കുകയും വേദനിക്കുകയും ചെയ്ത സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ഇങ്ങനെ പ്രകൃതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനാണ്, അല്ലാതെ പ്രകാശമല്ല. അങ്ങനെ ഒരു വിശ്വാസം ചില ആളുകൾക്കുണ്ട്. നബിയുടെ പ്രകാശമാണ്, ആദ്യം തന്നെ നബിയുടെ ഒളിയാണ് പടച്ചത്. അങ്ങനെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനായി ഈ ഭൂമുഖത്ത് പിറന്നു വീണ ഒരു പച്ചയായ മനുഷ്യനാണ്. ആ നിലക്കത് പറയും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണക്കാരനല്ല. അത് നമ്മൾ പറയാറില്ല. അപ്പോൾ പല സന്ദർഭങ്ങളിലായി നമ്മൾ
ഈ വിഷയം ബോധ്യപ്പെടുത്തുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സ്വഹിയായ ഒരു ഹദീസിലുണ്ടല്ലോ, പ്രവാചകന്മാരുടെ ജസദുകൾ, ശരീരം മണ്ണ് തിന്നുകയില്ല. ഇത് പറഞ്ഞപ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പലരും കളിയാക്കുകയും അത് പറഞ്ഞവരെ പഠനം കുത്തുകയും ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചരിത്രത്തിലേക്ക് ഒന്ന് പിന്നോട്ട് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സാഹചര്യത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായതിനു ശേഷം 3 ദിവസം കഴിഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറമാടിയത്. ആ 3 ദിവസം ഇന്നത്തെ പോലെ പ്രത്യേകമായി ഐസിട്ട് സൂക്ഷിച്ചതല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആ നിലക്ക് സംരക്ഷിച്ച് നമുക്ക് കാണാൻ പറ്റും. സമൂഹത്തിലെ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടിമകളും എല്ലാം ഒറ്റക്കൊറ്റക്കായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനാസ നമസ്കരിച്ചത്, മയ്യിത്ത് നമസ്കരിച്ചത്. ഒന്നായി ഒരു ജമാഅത്തായി മയ്യിത്ത് നമസ്കരിക്കുകയല്ലേ ചെയ്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യരില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അത് അള്ളാഹുവിൻ്റെ റസൂലാണ്. ആ നിലക്കുള്ള പ്രത്യേകതകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയിൽ ചിലപ്പോഴൊക്കെ കല്ലുകൾ അസ്സലാമു അലൈക്കും പറഞ്ഞതായി റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വൃക്ഷങ്ങൾ നബിയോട് സലാം പറഞ്ഞതായി നമ്മൾ മനസ്സിലാക്കുന്നു. എന്തിനേറെ അചേതന വസ്തുവായ ഒരു ഈത്തപ്പന തടിയെ ചേർന്ന് നിന്നുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പ് ഖുത്ബ നിർവഹിച്ചത് എന്ന് നമ്മൾ സ്വഹീഹ് ബുഖാരിയിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മിമ്പർ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ പുതിയ മിമ്പറിൽ കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ നിർവഹിക്കാൻ ഒരുങ്ങുമ്പോൾ, അതുവരെയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ പറയാൻ ചേർന്ന് നിന്ന ആ ഈത്തപ്പനത്തടി കരഞ്ഞത് സ്വഹാബികൾ കേട്ടു എന്ന് സ്വഹീഹ് ബുഖാരിയുടെ നമ്മൾ വായിക്കുന്നുണ്ട്. കാരുണ്യത്തിന് എല്ലാവർക്കും കാരുണ്യമായി കൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്ന് ആ ഈത്തപ്പനത്തടിയെ ചേർത്ത് പിടിക്കുകയും അതിൻ്റെ തേങ്ങലിങ്ങനെ കുറഞ്ഞു വരുന്നത് സ്വഹാബികൾ ബോധ്യപ്പെടുകയും ചെയ്ത് നമ്മൾ ബുഖാരിയിലെ ഹദീസിൽ വായിക്കുന്നുണ്ട്. ഇത് ഞാൻ ശരിക്കും ഉൾക്കൊള്ളുന്നു, വിശ്വസിക്കുന്നു. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ബഹുട് പറയുകയാണ്, പൊളത്തരം പറയുകയാണ്, റസൂലുള്ളാഹിന്റെ നിലവാരം കുറയ്ക്കുകയാണ് എന്നൊക്കെ ചിലർ പറയും. അങ്ങനെയാണ് എങ്കിൽ പരിശുദ്ധ ഖുർആനിനെ സത്യസന്ധമായി പരിശോധിക്കുവാൻ ഇത്തരം ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുസ്സലത്തിൽ പറയുന്നുണ്ട്, വയൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാരി ഫഹും യുസഉൻ. അള്ളാഹുവിൻ്റെ ശത്രുക്കളായ പാപികളായ കുറ്റവാളികളായ ആളുകളെ നരകത്തിലേക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ അവർ പേടിച്ച് ഭയചകിതമായി നിൽക്കുന്നൊരു ഘട്ടം. حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون. അങ്ങനെ നരകത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ അവർക്കെതിരെ അവരുടെ കാതുകളും അവരുടെ കണ്ണുകളും അവരുടെ തൊലികളും അവർക്കെതിരെ സാക്ഷി പറയുന്നതാണ്. അവർ കുറ്റവാളികളാണ് എന്നത് തെളിയിക്കുന്നത് അവരുടെ കണ്ണും കാതും തൊലികളുമാണ് എന്ന് സൂറത്തുൽ മുസ്സലത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ കുടുങ്ങിയ ഘട്ടത്തിൽ കുറ്റവാളികളായ പാപികളായ നരകത്തിലേക്ക് എത്തിച്ചേരുന്ന അള്ളാഹുവിൻ്റെ ശത്രുക്കളായ ആളുകൾ ആ സന്ദർഭത്തിൽ തങ്ങളുടെ തൊലികളോട് ചോദിക്കുമെന്നാണ്, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത്? ആ സമയത്ത് ആ തൊലികൾ പറയുന്ന മറുപടി നമുക്ക് മുസ്ലിത്തിൽ വായിക്കാൻ പറ്റും. എല്ലാത്തിനെയും സംസാരിപ്പിച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെയും സംസാരിപ്പിച്ചതാണ്. അത് നമ്മൾ ഖുർആനിലൂടെ വായിക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ തള്ളുന്നുണ്ട് എങ്കിൽ നമ്മൾ ഖുർആൻ നിഷേധിയാണ് എങ്കിൽ ഈ പറയപ്പെട്ട രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ചുവെന്ന് കൃത്യമായ സനദിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട വിഷയങ്ങളെ നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന കാരണത്താൽ നമ്മൾ അത് തള്ളുന്നുണ്ട് എങ്കിൽ നമ്മൾ ഖുർആൻ നിഷേധിയാണ്, മതനിഷേധിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സനദ് കൃത്യമാണോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് നമ്മൾ വിഷയമുണ്ടോ? പറഞ്ഞ കാര്യത്തിലെ യുക്തി പരിശോധിച്ച് യുക്തിയില്ലാത്ത ആളുകളായി തീരുന്നൊരവസ്ഥ നമുക്കുണ്ടാകാവതല്ല എന്നത് ഇത്തരണത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളിലേക്ക് നിയോഗിതനായ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഞാൻ ആദ്യമായി ഓതിക്കേൾപ്പിച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് സൂറത്തുൽ തൗബയുടെ അവസാനത്തെ ആയത്ത്, അവസാന ഭാഗത്തുള്ള ആയത്താണ്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും.
നിങ്ങളിൽ തന്നെ പെട്ട ഒരു പ്രവാചകനിത വന്നെത്തിയിരിക്കുന്നു. ആ പ്രവാചകന്റെ സവിശേഷത അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ ക്ലേശിക്കുന്നത്, നിങ്ങൾ പ്രയാസപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം നബിക്ക് പ്രയാസമുണ്ടാക്കുന്ന വിഷയമാണ് എന്നാണ്, നബിക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. അങ്ങനെ നമ്മളുടെ വേദനകളിൽ അങ്ങേയറ്റം പ്രതികൾ അനുഭവിക്കുന്ന, അതുപോലെ തന്നെ ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അതീവ താൽപരനായ, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റം കരുണയും കൃപയുമുള്ളവനായ ഒരു ദൂതനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ വരുത്തുമ്പോൾ പല സന്ദർഭത്തും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു തന്നെ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നിരന്തരമായി ജനങ്ങളെ തൗഹീദിലേക്ക് എത്തിക്കാൻ വേണ്ടി ശക്തമായ പ്രബോധനത്തിൽ ഏർപ്പെട്ട വ്യക്തിത്വമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ നേരിട്ട് കണ്ട ഒരു വ്യക്തി പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കാതെ പോയിട്ടില്ല എന്നാണ്. ഈ ലോകത്തിൽ ആരാധന അറിയിക്കുന്ന ഏകശക്തി അള്ളാഹുവാണ് എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആദർശം, അത് കുട്ടിയാകട്ടെ അടിമയാകട്ടെ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പരമസത്യം ബോധ്യപ്പെടുത്താതെ വിട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ നിലക്ക് ഇസ്ലാമിക പ്രബോധനത്തിൽ സജീവനായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ഈ സത്യം ജനങ്ങൾ ഉൾക്കൊള്ളാതെ നരകത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ കാണുമ്പോൾ വേദനിച്ചത് നമുക്ക് ഖുർആൻ തന്നെ പറഞ്ഞിരുന്നുണ്ട്. വലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീഥി അസഫ. ഈ സത്യം ഉൾക്കൊള്ളാൻ കഴിയാതെ ആളുകൾ തെറ്റിപ്പോകുന്നത് കണ്ട് അവരുടെ കാര്യത്തിൽ വേദനിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം തന്നെ സ്വന്തത്തെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക്, മരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമോ എന്ന ആ ഒരവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായി എന്ന് സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞത്. അത്രമാത്രം ഈ സമൂഹം സത്യവിശ്വാസം സ്വീകരിക്കാത്തതിന്റെ പേരിൽ വേദനിച്ച വ്യക്തിത്വമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്ന് മാത്രമല്ല, നരകത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അങ്ങേയറ്റം കൊതിക്കുകയും ആ വിഷയത്തിൽ വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് നൽകുകയും നമ്മളെ സ്വർഗ്ഗത്തിൽ എത്തിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്ത മഹാനുഭവനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മിസ്ലി വ മിസ്ലുക്കും മസലി വ മസലുക്കും കമസലി റജുലിൻ ഔഖദ നാറ. എൻ്റെയും നിങ്ങളുടെയും തമ്മിലുള്ള ഉപമ എന്ന് പറയുന്നത് വിളക്ക് കത്തിച്ചു വെച്ച, തീ കത്തിച്ചു വെച്ച ഒരാളെ പോലെയാണ് എന്നാണ്. വജഅലൽ ഫറാശു വൽ ജനാദിബു യഖഅന ഫീഹാ. പാറ്റകളും അതുപോലെ തന്നെയുള്ള ചെറിയ ജീവികളുമൊക്കെ പാറി വന്ന് ഈ തീയിലേക്ക് വന്ന് വീഴുമ്പോൾ വഹുവ യദുബുന്ന അലൈഹ, അതിൽ വന്ന് വീണ് ഉരുകുകയാണ്. ആ സമയത്ത് വഅന ആഖിദും ബിഹുജുജിക്കും അനിന്നർന. ആ തീയിലേക്ക് വരുന്ന ഒരു സന്ദർഭത്തിൽ ഈ ഈച്ചകളെ, പ്രാണികളെയൊക്കെ ആട്ടുന്ന ഒരാൾ, അയാളെപ്പോലെയാണ് ഞാൻ. നിങ്ങൾ നരകത്തിലേക്ക് ചെന്ന് വീഴുമ്പോൾ നിങ്ങളുടെ മടിക്കെട്ട് പിടിച്ച്, അരക്കെട്ട് പിടിച്ച് തിരിച്ച് വലിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ആ നിലക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ട പണിയാണ് ഞാൻ എടുക്കുന്നത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമ്മളെ രക്ഷപ്പെടുത്തുക എന്ന അതീവ താല്പര്യത്തോടു കൂടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രവർത്തിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കുകയും നബിയെ പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുക എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുന്നുണ്ട്. എൻ്റെ റഹ്മത്ത് എല്ലാത്തിലും ചൂന്നുകൊണ്ട്, എല്ലാ വസ്തുക്കളിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭ്യമാണ്. പക്ഷേ فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. ആ റഹ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ള ആളുകൾക്ക്, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായി നൽകുന്നതാണ്. ആ ആളുകൾ ആരാണ്? അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പ്രത്യേകമായി വിശ്വസിക്കുന്ന ആളുകൾ ആരാണ്? الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة. അവരുടെ അടുക്കൽ തൗറാത്തിലും ഇഞ്ചീലിലുമൊക്കെ രേഖപ്പെടുത്തപ്പെട്ടവനായി കാണുന്ന ഉമ്മിയായ നിരക്ഷരനായ റസൂലിനെ പിൻപറ്റുന്ന ആളുകളാണ് അവർ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ചെയ്തത്? യഅ്മുറുഹും ബിൽ മഅറൂഫ്, അവരോട് നന്മ കൽപ്പിക്കുകയാണ്, അതുപോലെ തന്നെ തിന്മ വിരോധിക്കുകയാണ്. നല്ല കാര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മോശമായ വഷളത്തരങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് മാറി നിൽക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല അവരുടെ മേലുള്ള ഭാരങ്ങളെ
അവരുടെ മേലുള്ള ചങ്ങലക്കെട്ടുകളെ എടുത്തു മാറ്റുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പൂർവ്വ സമൂഹത്തിനുണ്ടായിരുന്ന ഭാരിച്ച കർമ്മങ്ങളൊന്നും നമ്മൾക്കില്ലാതെ വരുവാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടലാണ്. പല കാര്യങ്ങളിലും പല നിലക്കുമുള്ള ഇളവുകളും ആനുകൂല്യങ്ങളുമൊക്കെ ഇന്നിൻ്റെ ഉമ്മത്ത് അനുഭവിക്കുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെയും പരിശ്രമത്തിൻ്റെയും ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രമാത്രം നമ്മുടെ കാര്യത്തിൽ കാരുണ്യവാനായിരുന്നു എന്നറിയിക്കുന്ന പല പരാമർശങ്ങളും ഹദീസിൽ കാണാൻ പറ്റും. അതിൽ ഇബ്നു അബ്ബാസ് പറയുന്ന സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇശാ നമസ്കാരം വൈകിപ്പിക്കുകയാണ്. അങ്ങനെ ഉമർ, പള്ളിയിലേക്ക് ഉമർ റളിയല്ലാഹു കടന്നു വരുന്നു. എന്നിട്ട് യാ റസൂലല്ലാഹ് റഖദത്ത് നിസാ വൽ വിൽദാൻ, സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉറങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരാത്ത സന്ദർഭത്തിൽ പറയാം ഉറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നമസ്കരിക്കാൻ ഇറങ്ങി വരണമെന്ന നിലക്ക് ഉമർ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്ന് നമസ്കരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ പറയുന്നുണ്ട്, ഇന്നഹു ലൽ വഖ്തു ലൗല അൻ അശുഖ അലാ അമ്മതി. ഇതാണ് ഏറ്റവും ഇശാഇൻ്റെ ശ്രേഷ്ഠമായ സമയം എന്ന് പറഞ്ഞാൽ അത് ഒരു 10 മണി 11 മണിയുടെ ഇടയിലുള്ള സമയമാണ്. അതായത് അത്രയും വൈകിപ്പിച്ചാൽ അതാണ് ഇശാന് ഏറ്റവും ശ്രേഷ്ഠമായ സമയം. പക്ഷേ ലൗല അൻ അശുഖ അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത് ക്ലേശിക്കേണ്ടി വരില്ലെങ്കിൽ ഞാൻ എപ്പോഴും നമ്മൾ ഈ സമയത്ത് നിസ്കരിക്കണം, ഇശാ നിസ്കരിക്കാൻ പറയുമായിരുന്നു. പക്ഷേ നമ്മളോടുള്ള റസൂലുള്ളാഹിന്റെ ഇഷ്ടം കാരണത്താൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞില്ല. മറിച്ച് നമുക്ക് എന്താണ്, ഇശാഇൻ്റെ സമയമായി കഴിഞ്ഞാൽ വേഗത്തിൽ നിസ്കരിക്കാനുള്ള ഓപ്ഷൻ നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. അതുപോലെ ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ സ്ത്രീകൾ വന്ന് നമസ്കരിച്ചു, അല്ലേ, കുട്ടികൾ വന്ന് നമസ്കരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നേതൃത്വം നൽകി നമസ്കരിച്ചെന്ന് നമ്മൾ കാണുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അല്ലേ സ്ത്രീകളോട് ആരും പറഞ്ഞിട്ടുണ്ട് പള്ളിയിലേക്ക് വരാൻ എന്ന് പറഞ്ഞ് സ്ത്രീകളോട് വരണ്ട എന്ന് പറയുന്ന പരാമർശം നമുക്ക് കാണാൻ കഴിയില്ല, അല്ലേ. ഇങ്ങനെ ഇറങ്ങാൻ ആരും പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വീട്ടിൽ വീട്ടിൽ നമസ്കരിച്ചാൽ പോലെ എന്നുള്ള ആ നിലക്കുള്ള ചോദ്യങ്ങളൊന്നും അവിടെ കാണാൻ കഴിയില്ല. ഇസ്ലാമിൽ ഒരു സ്ത്രീ പള്ളിയിൽ നമസ്കരിക്കുക എന്നത് അവൾക്ക് അനുവാദമുള്ള കാര്യമാണ്, നിർബന്ധമുള്ള കാര്യമല്ല. എങ്കിൽ പോലും വരുന്നവരെ വിലക്കിയിട്ടുള്ള ഒരു നടപടിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുകയില്ല. മറിച്ച് പല സന്ദർഭത്തിനും അവർ വരുന്നതും ഇങ്ങനെയുള്ള ഖുതുബകൾ കേൾക്കുന്നതുമൊക്കെ അവർക്കും ഒരുപാട് പ്രയോജനം ചെയ്യുമെന്ന നിലക്കാണ് നമ്മൾ പണ്ഡിതന്മാരിലൂടെ പ്രവാചകന്റെ നടപടികളിലൂടെ മനസ്സിലാക്കുന്നത്. അതുകൂടി ഈ സന്ദർഭത്തിൽ ഈ ഹദീസിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടുള്ള കാരുണ്യം അറിയിക്കുന്ന മറ്റൊരു സംഭവമാണ് നമുക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രാർത്ഥന. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശഫാഅത്തുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച പ്രാർത്ഥന. ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ഇബ്രാഹിമിലെ ആയത്ത് റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസി ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം എന്ന ആയത്ത്. ആ ആയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, റബ്ബേ അവരിൽ അധിക പേരും എന്നോട് ധിക്കാരം കാണിച്ച് തെറ്റിപ്പോയിട്ടുണ്ട്, അല്ലെ, അവർ ബിംബാരാധന നിർവഹിക്കുന്നുണ്ട്, ബഹുദൈവാരാധന നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും എന്നെ പിൻപറ്റിയ എന്നിൽപ്പെട്ടവനാണ്, എന്നോട് അനുസരണക്കേട് കാണിച്ച ആളുകളുണ്ട്, പക്ഷെ നീ ഏറെ പൊറുക്കുന്നവനാണ്. അതായത് ഇബ്രാഹിം നബിയുടെ മനസ്സവിടെ വായിക്കുകയാണ്, മനസ്സിലാക്കാൻ ഇത്രയും കുറ്റം ചെയ്ത ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുത്താൽ മതിയായിരുന്നു എന്നാണ് ആരാഗ്രഹിക്കുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിന് പിന്നിൽ കാരണമാണ് ഞാൻ പറഞ്ഞതിലേക്ക് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരലോകത്ത് അല്ലാഹുവോട് പറയുന്ന ഒരു പരാമർശം, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. പടച്ച റബ്ബേ, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്, അവരെ എന്തും ചെയ്യാനുള്ള അവകാശം നിനക്കുണ്ട്. എന്നാൽ വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹക്കീം, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ പ്രതാപിയാണ്, നീ ഹക്കീമാണ്, അഗാജ്ഞനാണ് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് സൂറത്ത് മാഇദയുടെ അവസാന ഭാഗത്ത് കാണാൻ പറ്റും. ഈ കാര്യങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയതിനു ശേഷം കൈ ഉയർത്തി യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞ് കരയുന്നത് നമുക്ക് കാണാൻ പറ്റും. അല്ലാഹുമ്മ ഉമ്മത്തി അല്ലാഹുമ്മ ഉമ്മത്തി വബക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞ് കരയുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ച് എന്താണ് മുഹമ്മദ് ആവശ്യപ്പെടുന്നത് എന്നത് മനസ്സിലാക്കി വരാൻ പറയുന്നത്. അള്ളാഹുവിനെ അറിയാത്തതുകൊണ്ടല്ല, അത് അള്ളാഹുവിൻ്റെ ചില തർത്തീബിൻ്റെ ഭാഗമായി അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് എന്താണ് കരയുന്നത് എന്ന് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഉമ്മത്തിൻ്റെ വിഷയമാണ്, എൻ്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണമെന്ന വിഷയമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അറിയിക്കുന്ന കാര്യം, ഇന്നാ സനറുദീക ഫീ ഉമ്മതിക വലാ നസ്റുക,
എൻ്റെ ഉമ്മത്തിൽ നിന്ന് നിനക്ക് ഞാൻ തൃപ്തി വരുവോളം എന്താണ് ആളുകളെ സ്വർഗത്തിൽ എത്തിക്കുമെന്ന് അള്ളാഹു അറിയിക്കുന്നുണ്ട്. ഇത് കുറേ വൈകിട്ടാണെങ്കിലും ഒരു വലിയ കൂട്ടം ആളുകൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ നിന്നാണ് സ്വർഗത്തിലേക്ക് എത്തുക എന്നതാണ് അല്ലേ. ആദ്യ നബിയോട് പറയുന്നുണ്ട് നരകത്തിലേക്കുള്ള ആളുകളെ വിളിക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യ നബി ചോദിക്കുന്നുണ്ട് എത്രയാണ് വിളിക്കേണ്ടത്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും 1999 പേരെ നരകത്തിലേക്ക് വിളിച്ചു. അപ്പോൾ മനുഷ്യകുലത്തിൽ 1000 പേരിൽ 999 പേരെ നരകത്തിലേക്ക് ആനയിക്കപ്പെടുക എന്ന് പറയുമ്പോൾ എത്രമാത്രം ആളുകളാണ് നരകത്തിലേക്ക് പോകാനിരിക്കുന്നത്. അത്രയും ആളുകൾ നരകത്തിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ സ്വഹാബത്ത് വിവരാധിപ്പെടുന്ന സമയത്ത് പറയുന്നുണ്ട് അത് യജൂജ് മാജൂജിൽ നിന്ന് ഒരു വലിയ കൂട്ടം പോകുമ്പോൾ എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരു കാളയുടെ രോമത്തിൽ നിന്ന് വെളുത്ത് കിടക്കുന്ന ഒരു രോമം പോകുന്നത് പോലെയാണ് നരകത്തിലേക്ക് പോകുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ സ്വർഗത്തിലേക്ക് എത്തുമെന്നൊരു സന്തോഷ വാർത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്. യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിയ ഉമ്മത്തിലെ ആളുകൾ ഒടുക്കമെങ്കിലും സ്വർഗത്തിലേക്ക് എത്തുമെന്ന് നമ്മൾ ഹദീസിലൂടെ മനസ്സിലാക്കുന്ന വിഷയമാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ വിഷയത്തിൽ ഏറെ താല്പര്യം കാണിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അതേതെങ്കിലും ഒരു സമയത്ത് കാണിക്കേണ്ടതല്ല, പ്രകടിപ്പിക്കേണ്ടതല്ല. മറിച്ച് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും അത് പ്രകടമാകേണ്ടതാണ് എന്നതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഈ റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ പ്രത്യേകമായ ചില ബഹളങ്ങൾ നമ്മൾ കേൾക്കും, മൗലൂദ് പാരായണങ്ങൾ കേൾക്കും. ഇപ്പോൾ ഇന്നലെ എൻ്റെ നാട്ടിലൂടെ ഹൈവേയിലൂടെ കുറേ ആളുകൾ പ്രത്യേകം ഞങ്ങളുടെ ഊന്നൻ പിറന്നതുമായി ബന്ധപ്പെട്ട് പാട്ടുപാടി ഇങ്ങനെ നടക്കുന്നു. മുമ്പ് അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ വ്യാപകമായി പലതും ഇങ്ങനെ ചെയ്തു കൂട്ടും നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ച മാസമാണ്, ജനിച്ച ദിവസമാണ് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു കർമ്മം നമുക്ക് ചെയ്യുന്നതിൽ യാതൊരു പ്രയാസമില്ല. പക്ഷെ അതിന് മാതൃക കാണിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന റസൂലുള്ളാഹിന്റെ ഭാര്യമാരോ അബൂബക്കറോ ഉമറോ അങ്ങനെ തുടങ്ങിയ ഖുലഫാ റാഷിദീൽപ്പെട്ട ആളുകളോ എന്തിനേറെ ഞങ്ങൾ ഷാഫി മദ്ഹബുകാരാണ്, ഞങ്ങൾ ഹനഫി മദ്ഹബുകാരാണ്, ഞങ്ങൾ ഹംബലി മദ്ഹബുകാരാണ് എന്നൊക്കെ പലപ്പോഴും അവകാശപ്പെടുന്ന ഈ മദ്ഹബിൻ്റെ ഇമാമുകളിൽ ഒരാൾ പോലുമോ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഉത്തമ നൂറ്റാണ്ടിൽ ഒരാൾ പോലും ഈ ഒരു പ്രവർത്തനം നിർവഹിച്ചതായി നമ്മൾ കാണുന്നില്ല. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റൽ റസൂലുള്ള പറഞ്ഞതുപോലെയായിരിക്കണം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചതുപോലെയായിരിക്കണം. നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ നമ്മൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഈ ഉമ്മത്ത് ശിഥിലീകരിക്കപ്പെടുകയാണ് ചെയ്യുക, ഉമ്മത്തിൻ്റെ ഐക്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുക എന്നത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ആ നിലക്ക് ആ വിഷയത്തെ നമ്മൾ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിൽ ദീൻ മനസ്സിലാക്കി ആ ദീനനുസരിച്ച് നീങ്ങാൻ നാം ഇവരെയും സഹായിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ العاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. പറഞ്ഞു വന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രത്യേകതയുള്ള അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന ബോധ്യമുള്ളവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന നമ്മുടെ ഉറപ്പ് കാരണത്താൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും സമ്മതിക്കുവാൻ, വിശ്വസിക്കുവാൻ, സത്യപ്പെടുത്തുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന സുന്നത്തുകൾ, ചര്യകളൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ നമ്മൾ അതീവ താല്പര്യം കാണിക്കേണ്ട ആളുകളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന്, ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാല യാ റസൂലല്ലാഹ് ഷഹിദ്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് വ സ്വല്ലൈതുൽ ഖംസ വ അദ്ദൈതു സകാത്ത മാലി വ സുംതു ഷഹ്റ റമളാൻ. ഈ ഇസ്ലാമിൻ്റെ 4 കാര്യങ്ങൾ പറഞ്ഞാൽ ഷഹാദത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന സാക്ഷ്യം
ഷഹാദത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് ഞാൻ ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വല്ലൈത്തുൽ ഖംസ 5 നേരം ഞാൻ നമസ്കരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദൈതു സക്കാത്ത മാലി, എൻ്റെ സമ്പത്തിൻ്റെ സക്കാത്ത് ഞാൻ നൽകുന്നുണ്ട്. വസംതു ശഹ്റ റമളാൻ, ഞാൻ റമളാനിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മമ്മാത അലാ ഹാദാ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി നിർവഹിച്ചിട്ടാണ് മരണപ്പെടുകയാണെങ്കിൽ കാന മഅൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാ, ആ ആളുകൾ അമ്പിയാക്കന്മാരുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ ഉണ്ടാവും യൗമൽ ഖിയാമത്തി. ഹക്കദാ വനസബ ഇസ്റാഈൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരലിങ്ങനെ ചേർത്ത് കുറിച്ചു. അപ്പോൾ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഹജ്ജ്, അതിന് കഴിയുമ്പോഴാണ് സക്കാത്ത് കൊടുക്കുന്ന സമ്പത്ത് ഉണ്ടാവുന്നത്. ഈ പറഞ്ഞാൽ ഈ 4 കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, ഇതുപോലെ അമ്പിയാക്കന്മാരുടെ കൂടെ ഈ ആളുകൾ സ്വർഗ്ഗത്തിൽ ഉണ്ടാകുമെന്നാണ്. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഗൗരവത്തിലുള്ളത്. മാലം യഉക്ക വാലിദൈ, ആ വ്യക്തി മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തരുത്. മാതാപിതാക്കൾ ഇടങ്ങാറൊക്കെ ആളാണെങ്കിൽ പറഞ്ഞ പണിയൊക്കെ എടുത്താലും ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗ്ഗത്തിലെത്താൻ കഴിയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതിൻ്റെ ഗൗരവം പല സന്ദർഭങ്ങളിലായി നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് വിശദീകരിക്കേണ്ട ഒരു വേളയല്ല. മറ്റൊരു കാര്യം നമ്മൾ ഹദീസിൽ മനസ്സിലാക്കുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവിധ ഒത്താശകളും ചെയ്ത റബീഅത്ത് ബിൻ കഅബ് എന്ന് പറയുന്ന സഹാബി, നബിക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്ത നബിയുടെ സേവനം ചോദിക്കുന്നു, എന്നോട് നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ ആവശ്യപ്പെടുന്ന ദുനിയാവിൻ്റെ കാര്യം. പക്ഷേ ഈ റബീഅ നബിയോട് ആവശ്യപ്പെടുന്ന അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ താങ്കളോടൊപ്പമുള്ള സഹവാസമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അതല്ലാത്ത മറ്റൊന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും പറയാം, അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ നിനക്ക് ഞാൻ സ്വർഗ്ഗം തന്നു പറഞ്ഞില്ല. അങ്ങനെ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറിച്ച് അലാ ദാലിക ബികസറത്തി സുജൂദ്, ആ വിഷയത്തിൽ നീ എന്നെ സഹായിക്കണം. എങ്ങനെ? ബികസറത്തി സുജൂദ്, ധാരാളം സുജൂദ് ചെയ്തുകൊണ്ട്. സുജൂദ് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ധാരാളം നമസ്കരിച്ചുകൊണ്ട്. നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ ഐച്ഛികമായി പഠിപ്പിക്കപ്പെട്ട സുന്നത്ത് നമസ്കാരങ്ങൾ ഒരുപാടുണ്ട്. അതെല്ലാം നിർവഹിക്കുന്ന ആളായാൽ നമുക്ക് റസൂലുള്ളാഹിന്റെ കൂടെ എന്ത് ചെയ്യാം? സ്വർഗ്ഗത്തിലെത്താം. സുജൂദ് നമസ്കാരത്തിലെല്ലാം നിർവഹിക്കാൻ പഠിപ്പിക്കപ്പെട്ടത് 2 സന്ദർഭത്തിലാണ്. എല്ലാ സന്ദർഭത്തിലൊക്കെ സുജൂദ് നമസ്കാരത്തിലാണ് നിർവഹിക്കുന്നത്. ഒന്ന് സുജൂദ് ശുക്റിൻ്റെ സുജൂദ്, അതുപോലെ തന്നെ തിലാവത്തിൻ്റെ സുജൂദ്. ഈ 2 സുജൂദുകളാണ് നമസ്കാരത്തിൽ എല്ലാം നിർവഹിക്കാൻ പാടുള്ളൂ. ബാക്കി നമുക്ക് തോന്നുന്ന സമയത്ത് സുജൂദിൽ കിടക്കുക, പ്രാർത്ഥിക്കുക, ഇങ്ങനെ ചെയ്യുന്നത് റസൂലുള്ളാഹിയെ സ്വഹാബത്ത് നമ്മൾ പഠിപ്പിച്ച കാര്യമല്ല. അതുകൊണ്ട് സുജൂദ് അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമസ്കാരം അധികരിപ്പിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പണ്ഡിതന്മാരുടെ വിശദീകരണത്തോടെ മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാത്ത്, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ എൻ്റെ മേൽ ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലിയ ആളാണ് എന്ന് തെറ്റിദ്ധരിച്ച ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി ജീവിക്കുവാൻ തയ്യാറാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി ജീവിക്കുമ്പോഴാണ് ഇപ്പോൾ പല ആളുകളുടെയും കള്ളക്കളികളൊക്കെ പുറത്തു വന്നൊരു സാഹചര്യമാണ്. സിനിമാ നടന്മാരുടെ, അതുപോലെ തന്നെ സംവിധായകന്മാരുടെ ഒക്കെ കള്ളത്തരങ്ങൾ പുറത്തു വന്ന് ഏറെക്കുറെ സമൂഹത്തിൽ ഇറങ്ങാൻ കഴിയാത്ത രൂപത്തിൽ പലരും ലോക്കായി നിൽക്കുന്നത് കാണുന്നുണ്ട്. പലരുടെയും മാതൃകാലെ പുരുഷന്മാരായി പലപ്പോഴും അവരെയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ സമൂഹത്തിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾക്ക് എപ്പോഴും മാതൃകയായി സ്വീകരിക്കാനുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് ആരാണ് മാതൃകയാക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അല്ലാഹുവിനെ ആഗ്രഹിക്കുന്ന, അള്ളാഹുവിൽ ചെന്നെത്തണമെന്ന് കൊതിക്കുന്ന, അള്ളാഹുവിൻ്റെ തൃപ്തിയും ഇഷ്ടവുമൊക്കെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാതൃകയാക്കാനുള്ളത് റസൂലുള്ളാഹിയാണ്. അതുപോലെ തന്നെ വൽ യൗമൽ ആഖിർ, അന്ത്യനാളിൽ രക്ഷപ്പെടണമെന്ന് കൊതിക്കുന്ന ആൾക്കും മാതൃകയാക്കാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ എല്ലാവിധ നന്മകൾക്കും നേതൃത്വം നൽകുന്ന ആളായി നമ്മൾ മാറുക ചെയ്യാം. അല്ല, എല്ലാവിധ പ്രയാസങ്ങളെയും ദൂരീകരിക്കാൻ വേണ്ടി പണിപ്പെട്ടിട്ട് വിധവകൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആൾ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളെ പോലെയാണ്. അല്ലെങ്കിൽ രാത്രി മുഴുവൻ നമസ്കരിക്കുന്ന, പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്ന ആളെ പോലെ തോന്നും. ഈ സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി പണിയെടുക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. വിധവകൾക്ക് വേണ്ടി, അനാഥർക്ക് വേണ്ടി, അഗതികൾക്ക് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്നെ
എന്നെ നിങ്ങൾക്ക് കാണണമെങ്കിൽ സമൂഹത്തിലെ സാധുക്കളായ ആളുകളുടെ അടുക്കൽ വരും, മിസ്കിന്മാരുടെ അടുത്ത് വരും, അവരുടെ കൂടെയാണ് ഞാൻ ഉണ്ടാകുക എന്ന് പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബൽ മസാകീൻ, സാധുക്കളോടുള്ള ഇഷ്ടം നീ എനിക്ക് പ്രദാനം ചെയ്യണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാനാണ്. അതുകൊണ്ട് ഇങ്ങനെ സമൂഹത്തോട് ചേർന്ന് ആ സമൂഹത്തിനെ എല്ലാ അർത്ഥത്തിലും ഉയർത്തിക്കൊണ്ടുപോകാൻ പരിശ്രമിച്ച വളരെ ത്യാഗിവര്യനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ അർത്ഥത്തിലും നമ്മൾ മാതൃകയായി കഴിഞ്ഞാൽ വളരെ സുന്ദരമായ ഒരു സമൂഹമായി ഈ നാടിനെ എല്ലാ അർത്ഥത്തിലും ഉന്നതിയിലെത്തിക്കുന്ന ആളുകളായി തീരാൻ നമ്മളെ കൊണ്ട് സാധ്യമാകും. ആ നിലക്കാണ് നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അങ്ങനെ ഈ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വേഷത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ ഇടപാടുകളിൽ ഇങ്ങനെയുള്ള എല്ലാ രംഗങ്ങളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുന്ന ആളുകളായി കഴിഞ്ഞാൽ ഈ ഉമ്മത്ത് കൊണ്ട് ഖൈർ ഉമ്മത്ത് എന്ന് പറയപ്പെട്ട ആ വിശേഷണത്തിലേക്ക് നമ്മൾ ഉയർന്നു വന്ന് ഈ സമൂഹത്തെ സമുദ്ധരിക്കുന്ന ഏറ്റവും നല്ലൊരു ടീമായി നമ്മൾ മാറും. അതിനാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത് എന്നുകൂടി പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കുള്ള ഒരു മുന്നേറ്റം നടത്തുവാൻ പരിശ്രമിക്കുന്നവരിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പിഴവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തുമാറാകട്ടെ. കരുതലോടുകൂടി നീങ്ങി സമാധാനത്തോടുകൂടി അള്ളാഹുവിൻ്റെ സർവ്വലോകം പ്രാപിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പോരായ്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിക്കുമാറാകട്ടെ. നമ്മളിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശമനം നൽകുമാറാകട്ടെ. മാരകമായ രോഗം കാരണത്താൽ പ്രാർത്ഥിക്കാൻ ഉപദേശിച്ച ആവശ്യപ്പെട്ട ആളുകളുണ്ട്, അവർക്ക് അല്ലാഹു എല്ലാ അർത്ഥത്തിലും ശമനം നൽകുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു എളുപ്പം നൽകുമാറാകട്ടെ. മറ്റ് പല നിലക്കും പ്രയാസപ്പെടുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്ന ധാരാളം മുഅ്മിനീങ്ങളുണ്ട്, അവർക്കൊക്കെ അല്ലാഹു എളുപ്പവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടു പോയവരായ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധപ്പെട്ടവർ ഒക്കെ അല്ലാഹു പുറത്തു കൊടുക്കുകയും അവരുടെ കബറിടം വിശാലമാക്കുകയും അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂട്ടിമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا أنت أرحم الراحمين. صلى الله على نبينا محمد. الحمد لله رب العالمين. أقم الصلاة.